ഞാൻ ബിനു ജെയിംസ്. ഞാൻ എഴുതിയ പുസ്തകമാണ് മാനസിക ശാരീരിക ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്നത്. ഇത് എത്ര നാളുകൊണ്ടാണ് എഴുതുന്നത്? ഒരു 3.5 വർഷം. പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ സർജറി ചെയ്യുന്നു. നമ്മുടെ ബിനു ജെയിംസ് ആണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ല, അദ്ദേഹത്തെ ഒരു ക്ലിനീഷ്യൻ എന്ന രീതിയിൽ കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. മാത്രം ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേര് ഇടയായത് അത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അറിവും ഒക്കെ തന്നെ നമ്മളെ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് വളരെ കുറവാണ്. ഫിസിയോതെറാപ്പി കൊണ്ട് എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം. ഇത് രോഗം വന്ന് വൈകല്യം വന്നതിന് ശേഷം മാത്രമല്ല ഫിസിയോതെറാപ്പിയുടെ പങ്ക്. മാനസിക ശാരീരിക ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്താപ്പാണ് ഒക്കെ. അപ്പോൾ നമുക്കൊരു ഉന്മേഷവും പ്രകാശകരണത്തിൽ ഫിസിയോതെറാപ്പിയിലുള്ള ഒരു പുസ്തകം എൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പുസ്തകം ഈ ഗ്രന്ഥകർത്താവിനേക്കാളും കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ള ആളായിരിക്കും ഞാനെന്നാണ്. കാരണം അതിൻ്റെ മലയാളീകരിക്കാൻ വേണ്ടി ഞാനും ബിനും കൂടെ കുറേയേറെ പാടുപെട്ടിട്ടുണ്ട്. ഓരോ വാക്കും കണ്ടുപിടിച്ച് അതിനെ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ കിടന്ന് നിലവിളിച്ചോണ്ടിരുന്ന 6-7 ദിവസം കൊണ്ട് ആളുകൾ ഈ സദസ്സിലിരിക്കൊണ്ട് എൻ്റെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ശരിക്കും ഇവിടെ ഇരിക്കേണ്ടവരാണ്. പക്ഷേ ഈ ഒരു സാഹചര്യവും ഈ ഒരു പ്രത്യേക പ്രകാശനകർമ്മമായതുകൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിലെ HOD രാജ്മോഹൻ സാർ അവിടെ ഒരു മൂലയിലിരിപ്പുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽ കുമാർ സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് മെഡിസിൻ ചീഫായിരുന്ന രാജശേഖരൻ സാർ, അദ്ദേഹം ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് വരികയും ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും ചെയ്തപ്പോൾ രാജശേഖരൻ സാർ എന്നോട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടൊരു പുസ്തകം എഴുതിക്കൂടാ, ഫിസിയോതെറാപ്പിയെ കുറിച്ചൊരു പുസ്തകം എഴുതിക്കൂടാ. അപ്പോൾ തന്നെ സരിത മാഡത്തിനെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ആ ഒരു വാശിക്ക് ഞാനൊരു 3-4 അധ്യായം ഇരുന്ന് എഴുതി കൊണ്ട് സരിത മാഡത്തിനെ അടുത്ത ദിവസം കൊണ്ട് ഏൽപ്പിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. മാഡം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാഡം ഇതെടുത്ത് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന പോലെ ഇങ്ങനെയൊന്നും അല്ലടാ എന്ന രീതിയിൽ മാഡം എന്നോട് പറഞ്ഞു, പുസ്തകം എഴുതുന്നൊന്നും ഇങ്ങനെയല്ല. അങ്ങനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഷ എന്നെ പഠിപ്പിക്കാനായിട്ട് മാഡത്തിനോടൊപ്പം സഞ്ചരിച്ച ഈ പുസ്തകത്തിന്റെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിന്റെ ഈ പല പോയിന്റ്സും നമ്മളിപ്പോ എല്ലാ പോയിന്റ്സും ഓർക്കുന്നുണ്ടാവും. അപ്പോ 28 അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിന് ശരിക്കും. അപ്പൊ ഈ 28 അധ്യായത്തില് എന്റെ മനസ്സിലൊരു 16